പോരെ കുഴപ്പമില്ല. അപ്പം കഴിഞ്ഞ 7-ാം തീയതി ശനിയാഴ്ച രാത്രി ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി മിസ്സായൊരു ഇൻഫർമേഷൻ അത് മാനന്തവാടി പോലീസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ വിവിധ ടീമുകളായിട്ടാണ് നമ്മൾ തിരിഞ്ഞ് അന്വേഷണം നടത്തിയത്. അതിൽ പ്രധാനമായിട്ടും ഈ റൂട്ട് ഈ കുട്ടിയെയും കൊണ്ട് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടിലൂടെ ഉള്ള CCTV ക്യാമറാസ് മുഴുവൻ തന്നെ നമ്മൾ കളക്ട് ചെയ്തു. അത് നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഈ ഒരു സമയം വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ചും ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അതിലെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ ടീം ഈ ബാറുകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ഫുട്ടേജ് കൂടി കളക്ട് ചെയ്തു. അത്തരത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ആ ഒരു വാഹനം നമ്മുടെ ഓഫീസേഴ്സ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ആ ഒരു ചെറിയൊരു കളറും അതിൻ്റെ ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തു. ആ രീതിയിൽ വാഹനം ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ 12-13 കിലോമീറ്റർ ദൂരത്തിലുള്ള എല്ലാ CCTVകളും നമ്മൾ കളക്ട് ചെയ്തു. അതിന് മുന്നോട്ടേക്കും പോകാൻ സാധ്യതയുള്ള എല്ലാ ഏരിയാസും കളക്ട് ചെയ്തു. പിന്നെ മറ്റ് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പോസിബിലിറ്റി നമ്മൾ ഉദ്യോഗസ്ഥരെല്ലാവരും പറഞ്ഞതുണ്ടായിരുന്നു. ഈ ഒരു സമയമായതുകൊണ്ടും വൈകുന്നേര സമയങ്ങളിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ വെച്ച് മദ്യപിച്ചിട്ട് ആ ഭാഗത്തൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്യോഗസ്ഥർ അവർ ബാറുകൾ കേന്ദ്രീകരിച്ചും കൂടി ഒരു അന്വേഷണം നടത്തി. അപ്പം നമുക്ക് ഏകദേശം അയാളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം അത്തരത്തിലുള്ള കാര്യങ്ങൾ റോബ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അയാൾക്കുള്ളതുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അയാൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നു. ഒരു പോയിൻ്റ് എത്തിയ സമയത്ത് കുട്ടി കരയുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അയാളുടെ കോഴിക്കോട് ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ ടീം ഇവിടുന്ന് പോയി. അതുപോലെ തന്നെ കോഴിക്കോട് ക്രൈം സ്ക്വാഡിലും ഞാൻ വിവരം അറിയിച്ചു. അവരും ആ സമയം തന്നെ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിയെ അപ്രഹെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ പ്രതിയുടെ പേരെന്ന് പറയുന്നത് ജിഹാസ് ആണ്. ജിഹാസ് ഇബ്രാഹിം. പടിഞ്ഞാറത്തറ ഭാഗത്താണ് അയാളുടെ വീട്. പ്രതിയെ ഇന്ന് രാവിലെ ഇവിടെ മാനന്തവാടി എത്തിച്ചു. നമ്മുടെ ഓഫീസേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ